ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓ ഹെൻറിയുടെ ദി ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നൊരു പ്രസിദ്ധമായ കഥയുണ്ട്. ഡെല്ല, ജിം എന്നീ ദമ്പതികൾ ഒരു ചെറിയ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരുടെ സമ്പാദ്യം കുറവായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള സ്നേഹം അഗാധമായിരുന്നു. ജിമ്മിനും ഡെല്ലയ്ക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് നിധികളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ജിമ്മിൻ്റെ സ്വർണ്ണ വാച്ചായിരുന്നു. ആ തലമുറകളായി കൈമാറി കിട്ടിയതായിരുന്നു. രണ്ടാമത്തേത് ഡെല്ലയുടെ മനോഹരമായ മുടിയായിരുന്നു. അവളുടെ മുടി മുട്ടോളം നീണ്ട് തവിട്ട് നിറമുള്ള വെള്ളച്ചാട്ടം പോലെ ഒഴുകിക്കിടന്നിരുന്നു. ക്രിസ്മസിന് പരസ്പരം സമ്മാനം നൽകണമെന്നത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ സമ്മാനം വാങ്ങാൻ ഡെല്ലയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് $1.87 മാത്രമായിരുന്നു. ജിമ്മിനൊരു സമ്മാനം വാങ്ങാൻ വേണ്ടി ഡെല്ല വളരെയേറെ വിഷമിച്ചു. അവസാനം അവൾ ഒരു കഠിന തീരുമാനമെടുത്തു. അവൾ തൻ്റെ മനോഹരമായി മുടി മുറിച്ച് വിഗുകൾ ഉണ്ടാക്കുന്ന ആൾക്ക് വിറ്റു. മുടി വിറ്റ വകയിൽ അവൾക്ക് $20 ലഭിച്ചു. ആ പണം കൊണ്ട് അവൾ ജിമ്മിൻ്റെ വാച്ചിന് വേണ്ടി ഒരു പ്ലാറ്റിനം ഫോപ്പ് ചെയിൻ വാങ്ങി. അതേസമയം ജിമ്മിനും ഒരു തീരുമാനമുണ്ടായിരുന്നു. ഡെല്ലയെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും വാങ്ങണം. പണമില്ലാതിരുന്ന ജിം തൻ്റെ പ്രിയപ്പെട്ട വാച്ച് വിറ്റ് അതിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ഡെല്ല ഏറെ കൊതിച്ചിരുന്ന മനോഹരമായ മുടിക്ലിപ്പുകളുടെ ഒരു സെറ്റ് വാങ്ങി. വൈകുന്നേരം സമ്മാനങ്ങളുമായി വീട്ടിലെത്തിയ അവർ പരസ്പര സമ്മാനങ്ങൾ കൈമാറി. ഡെല്ല പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ മുടിയിൽ ചൂടാനുള്ള അതിസുന്ദരമായ ക്ലിപ്പുകളായിരുന്നു. മുടി മുറിച്ചു കളഞ്ഞതിനാൽ അവൾക്ക് ആ സമ്മാനം ഉടൻ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. നിറകണ്ണുകളോടെ അവൾ ആ ക്ലിപ്പുകൾ നെഞ്ചോട് ചേർത്തു. തനിക്ക് ലഭിച്ച സമ്മാനപ്പതി തുറന്നു നോക്കിയ ജിം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ക്രിസ്മസ് സമ്മാനങ്ങൾ ഇപ്പോൾ മാറ്റിവെക്കേണ്ടല്ല. നിനക്ക് ആ ക്ലിപ്പുകൾ വാങ്ങാൻ ഞാൻ എൻ്റെ വാച്ച് വിറ്റു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ പരസ്പരം ആശ്ലേഷിച്ചു. അവർ നേടിയതോ നഷ്ടമായതോ ഒന്നുമല്ല അവിടെ പ്രധാനപ്പെട്ടത്. തങ്ങൾ ഏറ്റവും വിലപ്പെട്ട നിധികൾ ത്യജിക്കേണ്ടി വന്നതിനാൽ സമ്മാനങ്ങൾ ഉപയോഗശൂന്യമായി മാറിയെങ്കിലും അവർ പരസ്പരം കാണിച്ച സ്നേഹത്തിൻ്റെ ആഴം അവിടെ വിലമതിക്കാനാവാത്തതായിരുന്നു. സ്നേഹത്തിൽ സ്വാർത്ഥതയില്ലെന്ന് 1 കൊരിന്ത്യർ 13 പറയുന്നു. അവിടെ നഷ്ടമാകുന്നതിൻ്റെ കണക്കില്ല, മറിച്ച് ത്യാഗത്തിൻ്റെ പൂർണ്ണതയാണ് സ്നേഹത്തിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും വിലപ്പെട്ടത് ത്യജിക്കാൻ കഴിയുമ്പോൾ സ്നേഹം ഉന്നത തലത്തിലെത്തുന്നു. സ്വന്തം കൈവശമുള്ളത് വിട്ടുകൊടുക്കുമ്പോൾ സ്നേഹം ഇരട്ടിയായി വളരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടാലും പ്രിയപ്പെട്ടവരുടെ സന്തോഷവും അവരെ ചേർത്ത് പിടിക്കുക എന്നതുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠവും മനോഹരവും സന്തോഷപ്രദവുമായി തീരും. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രിയമുള്ളതെല്ലാം ത്യജിക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.